നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മേഖലാ ജാഥകളുമായി LDF ഫെബ്രുവരി 1 മുതൽ 15 വരെ 3 മേഖലകളിലായി ജാഥ നടത്തും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള LDF യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, മിഷൻ 110 അതിന്റെ ലക്ഷ്യം കാണുന്നത് എങ്ങനെ എന്ന തരത്തിൽ വിശദമായ ചർച്ചകളാണോ ഇന്ന് LDF യോഗത്തിൽ ഉണ്ടായത്? അനുജ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യലായിരുന്നു LDF യോഗത്തിലെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് നടന്നത്. CPI അടക്കമുള്ള കക്ഷികൾ അവരുടെ നിലപാട് കർശനമായി യോഗത്തിൽ പറഞ്ഞില്ല. നേരത്തെ CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിലെല്ലാം ഭരണവിരുദ്ധ വികാരം, ശബരിമല തിരിച്ചടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ന്യൂനപക്ഷ ഏകീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തോൽവിക്ക് നിദാനമായി എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. എന്നാൽ അത്തരമൊരു കർശന സമീപനം CPI അടക്കമുള്ള പാർട്ടികൾ ഈ മുന്നണി യോഗത്തിൽ എടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇനി എങ്ങനെ ജയിച്ചു വരാൻ കഴിയുന്ന തരത്തിലുള്ള ആലോചന നടന്നു. മിഷൻ 110 എന്നുള്ള 110 എന്നൊരു സംഖ്യ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പറഞ്ഞില്ല. എന്നാൽ പോലും കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് ജയിച്ചു വരാൻ കഴിയും എന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. ഒപ്പം പ്രചരണ തന്ത്രം എന്തായിരിക്കണമെന്നതിനെ പറ്റിയുള്ള ഒരു സൂചനയും മുഖ്യമന്ത്രി നൽകി. വികസനത്തിനൊപ്പം രാഷ്ട്രീയവും കൂടി പറഞ്ഞു വേണം LDF പ്രചാരണത്തിലേക്ക് പോകാൻ എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി യോഗത്തിൽ അവതരിപ്പിച്ചത്. അതാണ് ഈ യോഗത്തിൽ നടന്ന ഒരു കാര്യം. മറ്റൊന്ന്, LDFന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ പ്രചരണ ജാഥകൾ നടത്താനുള്ള തീരുമാനമുണ്ട്. ഫെബ്രുവരി 1 വടക്കൻ മേഖലാ ജാഥ MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ ആരംഭിക്കും. ഫെബ്രുവരി 4 CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ നയിക്കുന്ന തെക്കൻ ജാഥ ആരംഭിക്കുക. മധ്യമേഖലാ ജാഥ ജോസ് കെ മാണിയാണ് നയിക്കുന്നത്. ഫെബ്രുവരി 6 രണ്ട് ജാഥകൾ ഫെബ്രുവരി 14 മറ്റൊരു ജാഥ ഫെബ്രുവരി 15 സമാപിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്ത് LDF യോഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.